എൻ്റെ വീടപ്പൂൻ്റെയും റിലീസായ സമയത്തൊക്കെ ഈ മീര ജാസ്മിനും കാവ്യമാധവനൊക്കെ കത്തി നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ജ്യോതിർമയിനെ നായികയാക്കുന്നത്. അതെന്തുകൊണ്ടാണ് ജ്യോതിർമയി എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ കാരണം? സാധാരണയായിട്ട് അങ്ങനെ ഒരു സിനിമ റിലീസാവുന്ന സമയത്ത് മുൻനിരയിൽ നായികമാരിൽ ആരൊക്കെ എന്നുള്ളതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും സെലക്ട് ചെയ്യും. എനിക്കറിയാം ജ്യോതിർമയി നിങ്ങളുടെ സീരിയലിലെ ആദ്യത്തെ നായികയാണെന്നുൾപ്പെടെയുള്ള ഇത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നുള്ള ജ്യോതിർമയി നിങ്ങളുടെ ഓപ്ഷൻ ആവാൻ കാര്യം? നല്ല നടിയായതുകൊണ്ട് തന്നെ. അവനെ അറിയാമായിരുന്നു. അവൻ്റെ ഓരോ ചിരിയുടെയും ഓരോ ഭാവത്തിൻ്റെയും ഓരോ ചെറിയ അനക്കങ്ങളുടെയും പോലും അർത്ഥം എനിക്കറിയാമായിരുന്നു. ആദ്യത്തെ സീരിയലിൽ തന്നെ ഒരു ക്യാരക്ടറിനെ ഇന്റേണലൈസ് ചെയ്യാൻ ഒരു ആക്ടർക്ക് എത്രത്തോളം പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്ന ഒരു കാര്യം. അതിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ജ്യോതിർമയി. ആ സീരിയലിൽ അതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കറിയാമായിരുന്നു ഇതിൽ ഈ ക്യാരക്ടർ ജ്യോതിർമയിക്ക് കൊടുത്താൽ വ്യക്തമായി ആ ക്യാരക്ടർ ജ്യോതിർമയുടെ കയ്യിൽ സേഫ് ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് എടുത്തൊരു വളരെ സിമ്പിൾ തീരുമാനമാണ്. ഇത്രയും പേരുണ്ടല്ലോ എന്നുള്ളതിനേക്കാൾ ഒരു നല്ല ആക്ട്രസ് ഉണ്ടല്ലോ എന്നുള്ളത് ഞങ്ങൾ ചിന്തിച്ചു.